വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വയറൽ. നമ്മൾ പഠിച്ചതാണ് ഒരു ഡിവ് എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ലെവൽ എലമെന്റ് ആണ്. അതുകൊണ്ട് ഒരു ഡിവ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആ റോ അത് യൂട്ടിലൈസ് ചെയ്യും, ആ ഡിവ് യൂട്ടിലൈസ് ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഒന്നിലധികം ഡിവ് ഒരു റോല് പ്ലേസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. നമ്മൾ അത് നോക്കിയതാണ് എക്സാമ്പിൾ, അതായത് ഫ്ലോട്ട് ലെഫ്റ്റ് ഒക്കെ ഉപയോഗിച്ചാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഇനി ഈ കോഡ് ഒന്ന് കമന്റ് ചെയ്യാം. ഇതിൽ എനിക്ക് രണ്ട് ഡിവ് ഉണ്ട്, ഞാൻ ജസ്റ്റ് കമന്റ് ചെയ്യാണ്. ഞാനിപ്പോ ഒരു ഡിവ് ഇട്ടു. ആ ഡിവില് ലോറം എപ്സൈഡ് ആണ്, ലോറം ഇട്ടു. സെയിം ആ ഒരു ഡിവില് വൺ മോർ ഡിവ് ഇടാണ്. ഈ ക്ലാസ് കണ്ടെയ്നറിൽ നിന്ന് ക്ലാസ് റിമൂവ് ചെയ്യണം, കാരണം അതിനകത്ത് സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്റ്റൈൽ കൊടുക്കാതെ എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. അപ്പോൾ രണ്ടും രണ്ട് റോലായിട്ടാണ് വന്നത്. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഡിവ് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ട് എങ്ങനെ വന്നതെന്നൊക്കെ അറിയുന്നില്ലേ, താൽക്കാലികമായിട്ട് HTML ഒക്കെ നമ്മൾ ഡീബഗ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആ ഒരു എലമെന്റിന് എന്ത് ചെയ്യുക, സ്റ്റൈല് കൊടുക്കുക. അതായത് എന്തെങ്കിലും ബോർഡർ ഒക്കെ കൊടുക്കാം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. അപ്പോൾ ആദ്യത്തേന് ഞാൻ ബോർഡർ ഇട്ട് കൊടുത്തപ്പോൾ കണ്ടില്ല, ഒരു റോ കംപ്ലീറ്റ് ഓക്യുപ്പൈ ചെയ്തു. രണ്ടാമത്തത് ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ കൊടുത്തു, അതും ഒരു റോ കംപ്ലീറ്റ് ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഈ രണ്ട് ഡിവും ഒറ്റൊരു റോയിൽ എങ്ങനെ പ്ലേസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതായത് നമ്മൾ ഫ്ലോട്ട് ലെഫ്റ്റ് കൊടുക്കും, പിന്നെ വിഡ്ത്ത് നമ്മൾ 50% ആക്കി കൊടുക്കും. അതായത് ആ ഒരു റോയിലുള്ള 50%. അപ്പൊ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യും, അതിനുശേഷം നമുക്ക് മാർജിന്, പാഡിങ് അല്ലെങ്കിൽ ബോർഡർ ഒക്കെ വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, വിഡ്ത്ത് 50% എന്ന് കൊടുക്കുന്നതിന് പകരം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു 50% എന്ത് ചെയ്യണം, എത്രയൊക്കെയാണോ ഓരോ എലമെന്റിനും മാർജിനും അല്ലെങ്കിൽ പാഡിങ്ങും ബോർഡർ ഒക്കെ ഉള്ളത് എന്നുള്ളത് നോക്കിയിട്ട് മൈനസ് ചെയ്ത് കൊടുക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ നോക്കി, നമ്മൾ ബോർഡർ ബോക്സ് എന്ന് പറഞ്ഞൊരു അപ്രോച്ച് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കൂടുതലൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അതിന് മുമ്പായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ഡിവ് പ്ലേസ് ചെയ്തു. ഓക്കെ, നിങ്ങൾ രണ്ട് ഡിവ് പ്ലേസ് ചെയ്തു. ആ ഡിവ് പ്ലേസ് ചെയ്തിട്ട് നിങ്ങൾ എന്തൊക്കെ സ്റ്റൈലൊക്കെ കൊടുത്തു എന്ന് വിചാരിക്കുക. സ്റ്റൈലൊക്കെ കൊടുത്തു, പക്ഷെ നിങ്ങൾക്ക് ആ ഡിവ് കാണുന്നില്ല, വിസിബിൾ ആവുന്നില്ല. അതായത് നമ്മൾ ഡിവ് എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് ഗ്രോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഡിവ് നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡീബഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ബാക്ക്ഗ്രൗണ്ട് കളറോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിന് നിങ്ങൾ ബോർഡറോ കൊടുത്തു നോക്കാം. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തപ്പോൾ അത് വിസിബിൾ ആവുന്നില്ല. കാരണം എന്താണ്, അതിന് കണ്ടന്റ് ഇല്ല, വിസിബിൾ ആവാനുള്ള കണ്ടന്റ് ഇല്ല. അപ്പൊ അതിന് പകരം എന്ത് ചെയ്യാം, അതിന് ബോർഡർ കൊടുക്കാം. ബോർഡർ കൊടുത്തു. അപ്പൊ ബോർഡർ കൊടുത്തപ്പോൾ ഇങ്ങനെയാണ് വരുന്നതെന്ന് വിചാരിക്കും, ഒറ്റൊരു ലൈൻ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അത് ബോർഡർ ടോപ്പും ബോട്ടും കൂടെ മെർജ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ കണ്ടന്റ് ഒന്നുമില്ല. കണ്ടന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ഹൈറ്റ് കൂടെ കൊടുക്കാൻ പറ്റും. ഹൈറ്റ് താൽക്കാലികമായിട്ട് ഒരു ഹൈറ്റ് കൂടെ കൊടുക്കാം. അപ്പൊ ഹൈറ്റ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു ഹൈറ്റും കൂടെ അവിടെ വിസിബിൾ ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ മറ്റൊരു അപ്രോച്ച് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഡിവിന് ഹൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ല, അല്ലെ ഹൈറ്റ് കൊടുത്തു, അതിന്റെ ഉള്ളിൽ വേറെ നിങ്ങൾ എലമെന്റ് ഒക്കെ പ്ലേസ് ചെയ്തു. പ്ലേസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബോർഡർ കൊടുത്തു നോക്കുമ്പോൾ ആ പ്ലേസ് ചെയ്ത കണ്ടന്റ് വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ആക്ച്വൽ കണ്ടന്റ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ കൊളാപ്സ് ചെയ്തിട്ടാണ് ഉള്ളതെന്ന് വിചാരിക്കുക, ആ ഒരു ബോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫ്ലോട്ടിന്റെ പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് ഓവർഫ്ലോ ഹിഡൻ കൂടെ കൊടുക്കുക. ഓവർഫ്ലോ ഹിഡൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾ ആ ഒരു കണ്ടെയ്നർ പ്രോപ്പർ ആയിട്ട് ഫ്ലോട്ടൊക്കെ മിനിമൈസ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് കണ്ടന്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ പ്ലേസ് ചെയ്യും. ഓവർഫ്ലോ ഹിഡൻ, അതാണ് നിങ്ങൾക്കുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഡീബഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡറും ഹൈറ്റും ഒക്കെ കൊടുത്തു നോക്കാം. അപ്പോൾ നമ്മൾ ഇതല്ല മെയിൻ ടോപ്പിക് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്ന ടോപ്പിക് എന്ന് പറയുന്നത്, എങ്ങനെയായിരുന്നു നമ്മൾ ബോർഡർ ബോക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബൈ ഡീഫോൾട്ട് രണ്ട് അപ്രോച്ച് ഉണ്ട്. ഒന്ന് കണ്ടന്റ് ബോക്സും പിന്നെ രണ്ടാമത്തത് ബോർഡർ ബോക്സും. ഡീഫോൾട്ട് ഒരു ഡിവിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് കണ്ടന്റ് ബോക്സ് ആയിരിക്കും. അപ്പോൾ ബോക്സ് സൈസിങ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിന്റെ വാല്യൂ കണ്ടന്റ് ബോക്സ് ആയിരിക്കും ഡീഫോൾട്ട് ബ്രൗസറിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മൈനസ് ചെയ്യേണ്ടൊക്കെ ആവശ്യം വരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു കണ്ടന്റ് ബോക്സ് ഉപയോഗിച്ചിട്ട്, ഐ മീൻ ഡീഫോൾട്ട് അപ്രോച്ചിൽ എങ്ങനെയാണ് നമ്മൾ ഒരു രണ്ട് ഡിവിനെ ഒരു ഡിവിൽ പ്ലേസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഒരു ഡിവ് കൊടുത്തു, അതിന് ക്ലാസ് കണ്ടെയ്നർ ഇങ്ങനെ ഒരു ഡിവില് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം,
ബോഡിയിൽ കംപ്ലീറ്റ് നേരെ 2 ഡിവും കൊടുക്കാം. ഞാനിപ്പോ അതൊരു ഒറ്റൊരു ഡിവിൽ ഇട്ടിട്ട് അതിന്റെ ഉള്ളിലാണ് ഞാൻ 2 ഡിവ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ആ ഒരു കണ്ടെയ്നർ ഞാൻ വിടുത്ത് 100% കൊടുത്തിട്ടുണ്ട്, ഓവർഫ്ലോ ഹിഡനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി കണ്ടന്റ് ബോക്സ് 2 ഡിവ് ഞാൻ പ്ലേസ് ചെയ്തു. ആ 2 ഡിവിന് ഒരേ ക്ലാസ് കൊടുത്തിട്ടുണ്ട്, കണ്ടന്റ് ബോക്സ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ക്ലാസ്സിന് ഞാൻ കൊടുത്ത സ്റ്റൈൽ ഒന്ന് ഞാൻ പറഞ്ഞു, ആദ്യം നമ്മൾ കൊടുക്കേണ്ട ഫ്ലോട്ട് ലെഫ്റ്റ് ആണ്. പിന്നെ നമ്മൾ 100% വിഡ്ത്ത് ഡിവൈഡ് ചെയ്തിട്ട് നേരെ ഈക്വൽ ആക്കിയിട്ട് രണ്ടിനും അസൈൻ ചെയ്യണം. അതിനുള്ള കാൽക്കുലേഷൻ ആണ് അത്. അടുത്ത സെഷനിലേക്ക് വരാം. പാഡിങ്, ഈ ഓരോ ഡിവിന്റെ ഉള്ളിൽ കണ്ടന്റ് ഉള്ളതുകൊണ്ട് നമ്മൾ 20 പിക്സൽ പാഡിങ് കൊടുത്തിട്ടുണ്ട്. അതായത് ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ് 4 സൈഡിലും 20 പിക്സൽ പാഡിങ് ഉണ്ടാവും. പിന്നെ ബോർഡർ 10 പിക്സൽ സോളിഡ് ഒരു ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, 4 സൈഡിലും 10 പിക്സൽ വെച്ചിട്ട് ബോർഡർ ഉണ്ടാവും. പിന്നെ മാർജിൻ 10 പിക്സൽ കൊടുത്തിട്ടുണ്ട്, എല്ലാ സൈഡിലും 10 പിക്സൽ മാർജിൻ ഉണ്ടാവും. ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത്. ബോക്സ് സൈസിങ് കണ്ടന്റ് ബോക്സ് ഡിഫോൾട്ട് അത് തന്നെ ആയിരിക്കും വാല്യൂ, എന്നാൽ സ്പെസിഫിക് ആയിട്ട് ഞാൻ ഇവിടെ അത് എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാൽക്കുലേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ റെൻഡർ ആവുന്നതെന്ന് ആദ്യം നോക്കാം. റെൻഡർ ആവുന്നത് ഇപ്പോൾ 2 ഡിവും ഒരേ റോയില് വന്നിട്ടുണ്ട്, താഴത്തേക്ക് പോകുന്നൊന്നുമില്ല, ബ്രേക്ക് ആവുന്നൊന്നുമില്ല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ള കാൽക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് തന്നെ ഒരു ബ്രാക്കറ്റ് ഇടാം. എന്നിട്ട് അതിൽ 50% നിർത്തും. പിന്നെ ഈ മൈനസ് ഇടുമ്പോൾ അപ്പുറത്ത് ഇപ്പുറത്ത് സ്പേസ് ഇടാൻ മറക്കരുത്. -80 പിക്സൽ നിർത്തും. ഈ 80 പിക്സൽ എങ്ങനെയാണ് കിട്ടിയത്? ഈ 80 പിക്സൽ കിട്ടിയത് നമുക്ക് പാഡിങ് ഉണ്ട്, ഒരു ഡിവിൻ്റെതാണിത്. ഈ ഒരു ഡിവിന്റെ വിഡ്ത്താണ്. അപ്പൊ ഒരു ഡിവിന് ലെഫ്റ്റില് 20 പിക്സൽ, റൈറ്റില് 20 പിക്സൽ ഉണ്ട്. പിന്നെ ബോർഡർ ലെഫ്റ്റില് 10 പിക്സൽ, റൈറ്റ് 10 പിക്സൽ. നമ്മൾ വിഡ്ത്ത് ആണല്ലോ നോക്കുന്നത്, ഹൈറ്റ് അല്ല. വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ആ ഒരു ഹൊറിസോണ്ടൽ പ്രോപ്പർട്ടീസ് ആണല്ലോ നമ്മൾ നോക്കേണ്ടത്. മാർജിൻ ഉണ്ട് അല്ലെ, മാർജിൻ, അതേപോലെ ബോർഡർ, ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു CSS കമന്റ് ഇടുന്ന മൾട്ടി ലൈൻ കമന്റ് അപ്രോച്ചിലാണ് കമന്റ് ഉപയോഗിക്കുന്നത്, സിംഗിൾ ലൈൻ കമന്റ് അല്ല. അപ്പോ ഇവിടെ മാർജിൻ 2 സൈഡിൽ എത്ര ഉണ്ട്? 10ഉം 10ഉം. അതേപോലെ ബോർഡർ 2 സൈഡില് 10 ഉണ്ട്, 10 ഉണ്ട്. അങ്ങനെ ടോട്ടൽ 40 ആയി. പിന്നെ നമുക്കുള്ളത് പാഡിങ് 2 സൈഡിലും 20ഉം 20 ഉണ്ട്, അതായത് 40. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ കിട്ടിയത്. അപ്പോൾ ഒരു ഡിവിന്റെ വിഡ്ത്ത്, അതായത് 50% ആണ് ഒരു ഡിവിന് വേണ്ടത് 100ന്റെ. അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ മൈനസ് ചെയ്യണം. അത് എന്തിനാണ് മൈനസ് ചെയ്യുന്നത്? ബൈ ഡീഫോൾട്ട് ഉള്ള കണ്ടന്റ് ബോക്സിന്റെ അപ്രോച്ച് ഉപയോഗിച്ച് ഒരു ഡിവ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഡിവിന്റെ കണ്ടന്റ് സ്പെസിഫൈ ചെയ്യുന്നത് ആ ഒരു സൈസും അതേപോലെ തന്നെ മാർജിനും കൂടെ ചേർന്നിട്ടാണ്. അല്ലാതെ പാഡിങ്ങും ബോർഡറും എന്തില്ല അതിൽ ഇൻക്ലൂഡഡ് അല്ല. ഫോർ എക്സാമ്പിൾ, ഇതിന് നിങ്ങളൊരു 100 പിക്സൽ എന്ന് പറഞ്ഞൊരു സൈസ് കൊടുത്തു എന്ന് വിചാരിക്കുക. അതായത് നമ്മളൊരു 50% ഉണ്ട്. നമ്മൾ 50% കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു 50% അല്ല എടുക്കുന്നത്. അതിൽ 50%ന്റെ കൂടെ മാർജിൻ ഓൾറെഡി വരും. പിന്നെ അതേപോലെ തന്നെ ബോർഡറിന്റെയും പാഡിങ്ങിന്റെയും സൈസ് കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യും. അതായത് വിഡ്ത്തില് കണ്ടന്റ് മാത്രമല്ല ഇൻക്ലൂഡ് ആയിട്ടുള്ളത്, കണ്ടന്റ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ പാഡിങ്ങും ബോർഡറും ആ ഒരു വിഡ്ത്തിൽ ഇൻക്ലൂഡ് ആയിട്ടില്ല, വിഡ്ത്ത് നിന്ന് മൈനസ് ആവില്ല എന്നർത്ഥം. അതായത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയാണ് ഇതിന് ഒരു 300 പിക്സൽ സൈസ് മതി, വിഡ്ത്ത് മതി എന്ന് പറയുമ്പോൾ അതിൽ അവിടെ നിൽക്കില്ല. കണ്ടന്റ് ബോക്സ് ആകുമ്പോൾ അതിന്റെ കൂടെ നിങ്ങൾ പാഡിങ്ങും ബോർഡറും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ ആ ഒരു വിഡ്ത്തിലേക്ക് ആഡ് ആവും. അതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. നിങ്ങൾ ഒരു എലമെന്റിന് വിഡ്ത്ത് കൊടുക്കുകയാണ്, 300 പിക്സൽ എന്ന് പറഞ്ഞ് വിഡ്ത്ത് കൊടുക്കുകയാണ്. വിഡ്ത്ത് കൊടുത്തു, അതിനുശേഷം നിങ്ങൾ പാഡിങ് ഒരു 10 പിക്സൽ കൊടുത്തു, ബോർഡറും 10 പിക്സൽ കൊടുത്തു. അപ്പോൾ അതിന്റെ കൂടെ എന്ത് ചെയ്യും? പാഡിങ്ങിന്റെ 10 പിക്സൽ എന്ന് പറയുമ്പോൾ ലെഫ്റ്റും റൈറ്റും കൂടെ ആകുമ്പോൾ 20 ആയി, ബോർഡറും ലെഫ്റ്റും റൈറ്റും കൂടെ ആകുമ്പോൾ അതും 20. അങ്ങനെ 40 പിക്സൽ കൂടെ സൈസ് ഈ ഒരു ബോക്സിന് കൂടും. അപ്പോൾ ശരിക്കും ഈ ഒരു ബോക്സിന്റെ സൈസ് 340 പിക്സൽ ആവും. നിങ്ങൾ കൊടുത്ത വിഡ്ത്ത്, ആക്ച്വൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 300 പിക്സൽ ആണ്. അതിന്റെ കൂടെ ഈ ഒരു 40 കൂടെ വരും. അതാണ് കണ്ടന്റ് ബോക്സ് എന്ന് പറയുന്നത്. പക്ഷെ ബോർഡർ ബോക്സ് ആകുമ്പോൾ എങ്ങനെയാണ്? ഈ ഒരു പാഡിങ്ങും ബോർഡർ കൂടെ വിഡ്ത്തിൽ ഇൻക്ലൂഡഡ് ആണ്. അതായത് നമ്മൾ ടാക്സ് എക്സ്ക്ലൂഡഡ്, ടാക്സ് ഇൻക്ലൂഡഡ് എന്നൊക്കെ പറയില്ല, അതേപോലെ ആ ഒരു പാഡിങ്ങും ബോർഡർ കൂടെ ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾ 300 പിക്സൽ എന്ന് പറഞ്ഞ് വിഡ്ത്ത് കൊടുത്തു, അതിന്റെ കൂടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോർഡർ 10ഉം അതേപോലെ തന്നെ പാഡിങ് 10ഉം കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തില്ല, വേറെ എക്സ്ട്രാ സൈസ് എടുക്കില്ല, 300 തന്നെ എടുക്കുള്ളൂ. അപ്പോൾ 300 ആക്ച്വൽ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാവും? 260 ആവും, പ്ലസ് ആക്ച്വൽ കണ്ടന്റിന്റെ വിഡ്ത്ത് ആട്ടെ ഞാൻ പറയുന്നത്, 260 പ്ലസ് ഈ ഒരു 40, അങ്ങനെ
എന്ത് ചെയ്യും, ടോട്ടൽ 300 ആയി മാറും. അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. പക്ഷേ മാർജിൻ രണ്ടിലും, കണ്ടന്റ് ബോക്സ് ആണെങ്കിലും ബോർഡർ ബോക്സ് ആണെങ്കിലും, മാർജിൻ എന്ന് പറയുന്ന ഔട്ട് സൈഡുള്ള സ്പേസ് ആയതുകൊണ്ട് തന്നെ അത് എപ്പോഴും അതിൽ നമ്മൾ കാൽക്കുലേഷനിൽ മൈനസ് ചെയ്യേണ്ടി വരും. കാരണം ആ ഒരു ആക്ച്വൽ എലമെന്റിന്റെ റോയില് എന്താണ് 10 പിക്സൽ മാർജിൻ ആണെങ്കിൽ 4 സൈഡിലും കൂടെ 40 പിക്സൽ ഓൾറെഡി നമ്മൾ വേസ്റ്റ് ചെയ്തു. അതിൽ നിന്നുള്ള മൈനസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിവിന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഡിവുമായിട്ട് ബന്ധമല്ല, ഔട്ട്സൈഡുള്ള സ്പേസ് ആണ്. പക്ഷെ ഒരു എലമെന്റിന്റെ ഒരു സൈസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടന്റ് ബോക്സ് എന്ന് പറയുന്നത്, കണ്ടന്റ് ആ ഒരു വാക്കിനോട്ടെ, കണ്ടന്റ് ബോക്സ് ആണ് എന്നുണ്ടെങ്കിൽ ബോർഡറും അതേപോലെ തന്നെ പാഡിങ്ങും ആക്ച്വൽ വിഡ്ത്തിൽ ഇൻക്ലൂഡഡ് അല്ല, അത് എക്സ്ട്രാ വിഡ്ത്തിലേക്ക് ആഡ് ആവും. പക്ഷെ നിങ്ങൾ ബോർഡർ ബോക്സ് ആണ് ഉപയോഗിക്കുന്നെങ്കിൽ അങ്ങനെയല്ല. അപ്പൊ നമ്മളിവിടെ 80 പിക്സൽ ആണ് മൈനസ് ചെയ്തിട്ടുള്ളത്. കാരണം പാഡിങ് മൈനസ് ചെയ്യണം, ബോർഡർ മൈനസ് ചെയ്യണം, അതേപോലെ മാർജിൻ മൈനസ് ചെയ്യണം. ഹൊറിസോണ്ടൽ, നേരെയുള്ള ലൈനിൽ ഹൊറിസോണ്ടൽ ആയിട്ട് നോക്കിയിട്ടാണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പൊ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടി. ഇനി ഞാനിത് ബോർഡർ ബോക്സ് ആക്കുകയാണെങ്കിലോ, ബോർഡർ ബോക്സ് ആക്കി അതിനുശേഷം റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സൈസ് എക്സ്ട്രാ ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം. അപ്പോ മൈനസ് ബോർഡർ ബോക്സ് ആക്കുമ്പോൾ ഞാൻ പറഞ്ഞത് മാർജിൻ മാത്രം മൈനസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ കറക്റ്റ് ആണെന്ന് നോക്കാം. അപ്പൊ നമ്മളിവിടെ ബോർഡർ ബോക്സ് കൊടുത്തപ്പോൾ നമുക്ക് മാർജിൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഇത് ഒരു ഡിവിനുള്ള സൈസ് ആണല്ലോ കൊടുക്കുന്നത്. അപ്പൊ ഒരു ഡിവിന് അഫക്റ്റ് ചെയ്യുന്ന മാർജിൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഡിവ് ആണ്, ഫസ്റ്റ് ഡിവിന് ലെഫ്റ്റിലുള്ള 10ഉം റൈറ്റിലുള്ള 10ഉം, അങ്ങനെ 20. രണ്ടാമത്തെ ഡിവിന് ലെഫ്റ്റിലുള്ള 10ഉം റൈറ്റിലുള്ള 10ഉം, അങ്ങനെ അവിടെയും 20 ഉണ്ടാവും. അപ്പൊ നമ്മൾ 50% ആ -20 മാത്രം ചെയ്താൽ മതി. ഇവിടെ ഉണ്ടായിരുന്ന ബോർഡർ, ലെഫ്റ്റിൽ ഉണ്ടായിരുന്ന ബോർഡർ, റൈറ്റിലുള്ള 20, അതേപോലെ പാഡിങ് ലെഫ്റ്റിലുള്ള 20 റൈറ്റിലുള്ള 20, അങ്ങനെ 40 + 20 60 ഇതിൽ നിന്ന് എന്ത് ചെയ്തു, നമ്മൾ ഒഴിവാക്കി. അപ്പൊ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, 20 പിക്സൽ മാത്രം മാർജിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം മൈനസ് ചെയ്താൽ മതി. ഇനി മാർജിൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലോ, മാർജിൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിഡ്ത്തിൽ എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് നമുക്ക് 50% ഉപയോഗിക്കാം. ഇപ്പൊ കറക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാനതിന് മാർജിൻ കൊടുത്തിട്ടില്ല. അപ്പൊ ജസ്റ്റ് 50% ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഓർത്ത് വെക്കുക, നിങ്ങൾ ഒരു രണ്ട് ഡിവ് ഒരു റോയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ലെഗസി ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ഫ്ലോട്ട് ലെഫ്റ്റ് ഉപയോഗിക്കുക, വിഡ്ത്ത് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 3 ഡിവ് ആണെങ്കിൽ 3 ഡിവൈഡ് ചെയ്യണം, ഡിവൈഡ് ചെയ്ത് 3 ആക്കണം. അപ്പോ 2 ഡിവ് ആയതുകൊണ്ട് നമ്മൾ 50%ഉം 50%ഉം ആണ് കൊടുക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ മാർജിൻ കൊടുക്കുന്നുണ്ടെങ്കിൽ മാർജിൻ നിർബന്ധമായിട്ടും മൈനസ് ചെയ്തിരിക്കണം. ഇനി അതല്ല, ബോർഡർ ബോക്സിന് പകരം കണ്ടന്റ് ബോക്സ് ആണ് കൊടുത്തതെങ്കിൽ അതിൽ നിന്ന് പാഡിങ്ങും ബോർഡറും കൂടെ മൈനസ് ചെയ്തിരിക്കണം. ഇതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഓവർഫ്ലോ കൺസെപ്റ്റ് നമുക്ക് ഒഴിവാക്കി നോക്കാം. ഈ ഒരു കണ്ടെയ്നറിന് വിഡ്ത്ത് 100% കൊടുത്തതും ഓവർഫ്ലോ ഹിഡൻ കൊടുത്തതും നമുക്ക് ഒഴിവാക്കി നോക്കാം. അപ്പൊ വലിയ എഫക്റ്റ് ഒന്നുമില്ല. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒരു ബോർഡർ കൂടെ കൊടുത്തു നോക്കാം. അപ്പൊ ഞാൻ അതിന് ജസ്റ്റ് ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബോർഡർ കൊടുത്താൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അതിന് ടോപ്പിൽ അവിടെ ഗ്രീനിന്റെ ടോപ്പിൽ മാത്രം കാണുന്നുണ്ട്, ഒറ്റ ഒരു ലൈൻ ആയിട്ടാണ് കാണുന്നത്. അപ്പോ ഓവർഫ്ലോ ഹിഡൻ ഞാൻ തിരിച്ച് ഇടാണ്. വിഡ്ത്ത് തൽക്കാലം ഇടുന്നില്ല, വിഡ്ത്ത് ഇടുന്നത് നല്ലതാണ്. അപ്പോ ഈ ഒരു ഓറഞ്ച് ബോർഡർ എനിക്ക് ഫുൾ കവർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഈ നമ്മൾ ഫ്ലോട്ട് ഒക്കെ കൊടുക്കുമ്പോൾ ആ ഫ്ലോട്ട് ക്ലിയർ ചെയ്യാനും മറ്റുമൊക്കെയാണ് നമ്മൾ ഈ ഓവർഫ്ലോ ഹിഡൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഓവർഫ്ലോ ഹിഡൻ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞാൽ ഒരു ട്രിക്സ് ആണ്. നിങ്ങൾ കണ്ടന്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട്, നിങ്ങളുടെ കണ്ടെയ്നർ ഒക്കെ പ്രോപ്പർ ആയിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഓവർഫ്ലോ ഹിഡൻ ഉപയോഗിക്കും.